സോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേറൊന്നുമല്ല 3 മാച്ചസിനെ കുറിച്ചാണ്. എസ്പെഷ്യലി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് ആഴ്സണൽ. എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആഴ്സണലിനെ കത്തിച്ച് വിട്ട ഒരു മാച്ച്. പിന്നെ ബാഴ്സലോണ വേഴ്സസ് റയൽ ഒവിയാഡോ, അതിലെ ഒരു ഡിസ്കസ്റ്റിംഗ് ആയിട്ടുള്ളൊരു റഫറിങ്ങിൻ്റെ ഒരു ഡിസിഷൻ ഉണ്ട്. ഓക്കെ, അത് ആലോചിക്കൊന്നും എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. സോ ആ ഒരു മാച്ചിനെ കുറിച്ചും VRL വേഴ്സസ് റയൽ മാഡ്രിഡ് മാച്ച്, ലാലീഗയിലെ എന്താ പറയുക, ഈ മാച്ചിലുണ്ട്. അതായത് റയൽ മാഡ്രിഡ് വേഴ്സസ് VRL മാച്ചിലുണ്ടായിരുന്നൊരു ഡിസ്കസ്റ്റിംഗ് ആയിട്ടുള്ളൊരു റഫറിങ് ഡിസിഷൻ. എനിക്കൊരു ഐഡിയ ഇല്ല ഈ ലാലീഗയിൽ എന്താണ് സംഭവിക്കുന്നത്, ലാലീഗയിൽ എന്തെന്താ എവിടെ നിന്ന് ഈ റഫറിമാരൊക്കെ കൊണ്ടുവരുന്നത് അറിയില്ല. എന്തായാലും ഈ ഒരു 3 മാച്ചസിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. 1-2 ദിവസം ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല, വളരെ കുറച്ച് പേര് ചോദിച്ചു, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സോ പേഴ്സണൽ റീസൺസ് കൊണ്ടാണ് വീഡിയോ ഇടാത്തത്. സോ അതുകൊണ്ടാണ് ഈ ഒരു 3 മാച്ചസിൻ്റെയും സിംഗിൾ വീഡിയോ ആക്കി ഇട്ടിരുന്നത്. ഓക്കെ, ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് ആഴ്സണൽ മാച്ച്. നിങ്ങൾക്കറിയാം ഞാൻ അങ്ങനെ പ്രീമിയർ ലീഗിൻ്റെ വീഡിയോസ് ഇടുന്ന ഒരാളല്ല. പക്ഷേ ഈ ഒരു മാച്ചിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടില്ലെങ്കിൽ ഓക്കെ, അതെനിക്ക് വളരെ ലൈഫിലൊരു റിഗ്രറ്റായി മാറും ചിലപ്പോൾ. ഓക്കെ, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്താണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കാണിക്കുന്നത്? മൈക്കൽ കാരിക്ക് വന്നുകൊണ്ട് എന്ത് മാജിക്കാണ് ഈ ഒരു പ്ലേയേഴ്സിന് കൊടുത്തത്. ആക്ച്വലി നമ്മൾ ഓൾറെഡി ഇപ്പോൾ സിറ്റിയെ ഡിസ്ട്രോയ് ചെയ്യുന്നത് കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ഓൾഡ് ട്രാഫോർഡിലല്ലേ, മാഞ്ചസ്റ്റർ യുണൈറ്റഡിനല്ലേ കംപ്ലീറ്റ് അഡ്വാൻറ്റേജ്. ദിസ് വേഴ്സസ് ആഴ്സണൽ അറ്റ് എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ ടേബിൾ ടോപ്പേഴ്സ്, അതും വെറുതെ പോയിക്കൊണ്ടിരിക്കുന്ന ആഴ്സണൽ ടീം അല്ല അത്. ഓക്കെ, ഈ ഒരു സീസണിലെ ആഴ്സണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺസ്റ്റോപ്പബിൾ, അൺബീറ്റബിൾ, ഒരു ഗ്രേറ്റ് വാൾ ഓഫ് ഡിഫൻസ് എന്ന് പറയുന്ന രീതിയിലുള്ളൊരു ടീമാണ് ആഴ്സണൽ എന്ന് പറയുന്നത്. ആ ഒരു ടീമിനെ എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ പോയി പരാജയപ്പെടുത്തി, അതും ഗ്രേറ്റ് വാൾ. എന്നാ ടാക്ടിക്സ് ആടാ. അതായത് നമുക്കറിയാം ഈ ഒരു സീസണിൽ ആഴ്സണലിൻ്റെ ഡിഫൻസ് എന്ന് പറയുന്നത് ഒരു റോക്ക് സോളിഡ് പോലെയാണ്. ഓക്കെ, ആ ഒരു ഡിഫൻസിനെ മറികടന്ന് ഓപ്പൺ പ്ലേയിലൊക്കെ ഗോൾ സ്കോർ ചെയ്യുക എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സെറ്റ് പീസിലായാലും ഗോൾ സ്കോർ ചെയ്യുക എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മൈക്കൽ കാരിക്ക് എടുത്ത ആ ഒരു ഡിസിഷൻ, ആ ഒരു ടാക്ടിക്സ്, ആ ഒരു ഡിഫൻസിനെ പൊളിക്കുക എങ്ങനെ? ബൈ ദ റോക്കറ്റ് ഷോട്ട്സ്. മാൻ, ഡോർഗുൻ്റെ ഷോട്ട് ആയിക്കോട്ടെ, മാത്യൂസ് കുഞ്ഞയുടെ ആ ഒരു ഷോട്ട് ആയിക്കോട്ടെ, കിഡിലെ ഒന്നും പറയാല്ല. ഈ ഒരു ആഴ്സണൽ ടീമിൻ്റെ ഒരു പ്രസ്സിങ് മെൻറ്റാലിറ്റിയും പിന്നെ അതുപോലെ അവരുടെ ആ ഒരു ബോളിനോടുള്ള ഒരു ഒബ്സഷനും ആ ഒരു ടാക്ടിക്സും സെറ്റ് പീസിലുള്ള പല ഡിസിഷൻസ് ആഴ്സണലിൻ്റെ ഈ ഒരു സീസണിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടതാണ്. ബയൺ മ്യൂണിക്കൊക്കെ ഈ ഒരു സീസണിൽ അൺബീറ്റബിളാണ്. അവന്മാർക്ക് പോലും ഈ ഒരു ആഴ്സണലിനെതിരെ പിടിച്ചിക്കാൻ പറ്റിയിട്ടില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടീമിനെ ഇത്രയധികം പ്രൈസ് ചെയ്ത് പറയുന്നത്. ദിസ് വാസ് എന്താ പറയേണ്ടതെന്നറിയില്ല ഈ ഒരു യുണൈറ്റഡ് ടീമിനെ കുറിച്ച്. അടിപൊളി, ഒന്നും പറയാനില്ല. നമ്മൾ ആ ഒരു സിറ്റി വേഴ്സസ് യുണൈറ്റഡിൽ നമ്മളൊരു സാധനം കണ്ടു, കുഞ്ഞാ ബ്രൂണോ, ലൂക്യോ. ആ ഒരു സാധനം ഈ ഒരു മാച്ചിലും നടന്നു. ബ്രൂണോ ഡോർഗു. ആ ഒരു രണ്ടാമത്തെ ഗോളിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അത് എന്നാ ഗോളാടേ, നല്ല ഒരു പാസിങ്. അത് ഇൻ ബിറ്റ്വീൻ ദാറ്റ് മിഡ്ഫീൽഡേഴ്സ്. ഓക്കെ, ആ ഒരു ഫസ്റ്റ് ഗോള് നമുക്കറിയാം ആഴ്സണലാണ് ഗോൾ സ്കോർ ചെയ്തത്. മറ്റേ മാർട്ടീനസിൻ്റെ ഓൺ ഗോളാണ്. ഓക്കെ, ആസ് യൂഷ്വൽ എങ്ങനെയാണോ സെറ്റ് പീസിൽ ആഴ്സണൽ എങ്ങനെയാണോ ഗോൾ സ്കോർ ചെയ്യുന്നത് അതുപോലെ തന്നെ അവർ ഗോൾ സ്കോർ ചെയ്തു. ആർട്ടിറ്റ എന്ന് പറഞ്ഞൊരു നമുക്കറിയാം ഭയങ്കര കുരുട്ടുള്ള ഒരാളാണ്. ഓക്കെ, അദ്ദേഹം ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന പല ടാക്ടിക്സും എസ്പെഷ്യലി ഓൺ സെറ്റ് പീസസ് പലപ്പോഴും വർക്കാവാറുണ്ട്. അത് ഇതിലും വർക്കായി. ഓക്കെ, ഫസ്റ്റ് ആ ഒരു ഗോൾ സ്കോർ ചെയ്യുന്നു. പിന്നെയാണ് നമ്മുടെ സൂബി മെൻഡി ഒരു സൂയിസൈഡ് പാസ് കൊടുക്കുകയാണ്. ആർക്ക്? എംബുവാമേക്ക്. ഗോൾ കീപ്പറിന് കൊടുത്തതാണ്, പക്ഷേ കിട്ടിയത് എംബുവാമേൻ്റെ തൊള്ളേക്കൊക്കെ അമ്മാതിരി ബോൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ചങ്ങായി അതൊക്കെ ഈസി ആയിട്ട് ഗോൾ സ്കോർ ചെയ്യും. അങ്ങനെ രായനെയും കട്ട് ചെയ്ത് ആ ഒരു ഗോൾ സ്കോർ ചെയ്തു. അങ്ങനെ 1-1 സ്കോറായിട്ട് മാറി ഫസ്റ്റ് ഹാഫ്. അങ്ങനെ അവസാനിച്ചു. സൂബി മെൻഡിക്ക് സെറ്റ് പീസിൽ ആ ഒരു മാർട്ടീനസിൻ്റെ ഓൺ ഗോളിൻ്റെ മുമ്പ് സൂബി മെൻഡിക്ക് ഒരു ഹെഡർ ചാൻസ് ഉണ്ടായിരുന്നു, പക്ഷേ അത് ഗോൾ കീപ്പർ സേവ് ചെയ്തു മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ. പിന്നെ അത് കഴിഞ്ഞ് എംബുവാമേൻ്റെ ഗോൾ സ്കോർ ചെയ്യുന്നു. പിന്നെ ഫസ്റ്റ് ഹാഫ് അങ്ങനെ പോയിട്ടോ. ഓക്കെ, ഫസ്റ്റ് ഹാഫ് വലിയതില്ലാതെ കുഴപ്പമില്ലാതെ അങ്ങനെ പോയി. പിന്നെയാണ് മറ്റേ സെക്കൻഡ് ഹാഫിൽ ബ്രൂണോ ഡോർഗു ആ ഒരു സാധനം വന്നത്. ആ ഒരു അവന്മാർ തമ്മിൽ 1 ടച്ച് പാസ്, അതും എയറിൽ കൂടെയൊക്കെയാണ് പല 1 ടച്ച് പാസും വരുന്നത്. ഡോർഗു അത് കൺട്രോൾ ചെയ്തൊരു ഷോട്ട് അടിച്ചു. ഓ മാൻ, ഡിഫൻസ് മുന്നിലാണ്, മഹല്ലസും സാലിബയും മുമ്പിലാണ്. അവന്മാർക്ക് തൊട്ടാൻ പറ്റണ്ടേ? അറ്റാക്ക് ചെയ്ത് ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് അടിച്ചാലല്ലേ അവന്മാർക്ക് തടുക്കാൻ പറ്റുക. ശരി, ഒരു കാര്യം ചെയ്യാം, മൈക്കൽ കാരിക്കാരനോ നിങ്ങളെല്ലാവരും പുറത്തുനിന്ന് അടിച്ചു. അതിൻ്റേതായുള്ള എല്ലാ സൂചനകളും നമ്മൾ ഈ ഒരു മാച്ചിൽ കണ്ടു. ആർട്ടിറ്റയെ തലയെ കൈവച്ച് പോയതും അവിടെയാണ്. ഓക്കെ, അങ്ങനെ ഡോർഗു ആ ഒരു നല്ലൊരു വോളി കൂടെ, ഒരു പവർഫുൾ ഷോട്ടിലൂടെ രായനെ ബീറ്റ് ചെയ്യുന്നു, ഗോൾ സ്കോർ ചെയ്യുന്നു. ഓക്കെ, പിന്നെ ഓഫ് കോഴ്സ് പിന്നെ നമുക്കറിയാം ആഴ്സണൽ തിരിച്ചടിച്ചു, 2-2 എന്നുള്ളൊരു സ്കോറായിട്ട് മാറി. അത് കഴിഞ്ഞ് മൂന്നാമത്തെ ഗോള് മാത്യൂസ് കുഞ്ഞ് അടിച്ച ഒരു ഷോട്ട്, അതിനെക്കുറിച്ച് എന്താ പറയുക? എനിക്ക് പ്രത്യേകിച്ച് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. മാൻ,
ഓ കിടിലൻ ഗോൾ. എന്തായാലും ആ ഒരു ഗോൾ സെൻറ്റർ ആ ഒരു ബോക്സിൻ്റെ തൊട്ട് മുമ്പ് എവിടെ നിന്നാണോ ഡോർഗു അടിച്ചത് അതിൻ്റെ ഒരു കുറച്ചും കൂടി ബാക്ക് ചെയ്യുന്നു മാത്യൂസ് കുഞ്ഞ് ആ ഒരു ഗോൾ സ്കോർ ചെയ്യുന്നു. പിന്നെ ആ ഒരു നിർത്തും അദ്ദേഹത്തിൻ്റെ ആ ഒരു സെലിബ്രേഷൻ അത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ 3-2 എന്നുള്ളൊരു സ്കോറിന് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആഴ്സണലിനെ കത്തിവെച്ചു, ടേബിൾ ടോപ്പേഴ്സിനെ കത്തിച്ച് വിട്ടു എന്ന് തന്നെ വേണം പറയാനായിട്ട്. ആഴ്സണലിന് ഇതൊരു ഗോൾഡൻ ചാൻസ് ആയിരുന്നു അവന്മാർക്ക് പോയിന്റ് ടേബിളിൽ ലീഡ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ യുണൈറ്റഡ് പറഞ്ഞു സമ്മതിക്കില്ല. ഓക്കെ, ഇപ്പോൾ പല ട്രോൾസും വരുന്നുണ്ട് യുണൈറ്റഡിനെ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ടേബിൾ സ്ക്രോൾ ചെയ്യേണ്ട ആവശ്യമില്ല, മുകളിൽ തന്നെ ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ. എന്നാലും ആഴ്സണൽ തന്നെയാണ് ഇപ്പോഴും സ്റ്റിൽ ടോപ്പിൽ. ആസ്റ്റൺ വില്ല തൊട്ട് ബാക്കിലുണ്ട്, പിന്നെ അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ സിറ്റി തൊട്ട് ബാക്കിലുണ്ട്, യുണൈറ്റഡ് ഉണ്ട്, ചെൽസി ഉണ്ട്, എല്ലാവരും ഉണ്ട്. കോമ്പറ്റീഷൻ ടൈറ്റാണ് ഈ ഒരു സീസണിൽ പ്രീമിയർ ലീഗിൽ. ആഴ്സണലിന് കപ്പ് എടുക്കാൻ പറ്റിയ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. അവന്മാരെ എങ്ങനെയെങ്കിലൊക്കെ അടിച്ചാൽ ഭാഗ്യം, അത് മാത്രമേ പറയാനുള്ളൂ. ആഴ്സണലിന് ഒരു മോശം പെർഫോമൻസ് ആണ് പുൾ ഓഫ് ചെയ്ത് എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ജസ്റ്റ് കിൽഡ് ദയർ ടാക്ടിക്സ്. ഓക്കെ, ആഴ്സണലിൻ്റെ ടാക്ടിക്സിനെല്ലാം കൂടി കൂട്ടിയിട്ട് അങ്ങോട്ട് കത്തിച്ച് കളഞ്ഞു. അതാണ് ആ ഒരു മാച്ചിൽ എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ നമ്മൾ കണ്ടത്. ഓക്കെ, അവിടെ 3-2 എന്നുള്ള സ്കോറിന് മാച്ച് അവസാനിച്ചു. പിന്നെ റയൽ മാഡ്രിഡ് വേഴ്സസ് VRL മാച്ച് 2-0 എന്നുള്ള സ്കോറിന് റയൽ മാഡ്രിഡ് വിജയിച്ചു. ഈ ഒരു മാച്ച് ഞാൻ ലൈവായി കണ്ടിട്ടില്ല, പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഫുള്ള് ഇരുന്ന് കണ്ടതാണത്. ഈ ഒരു മാച്ചിൽ എന്താ പറയേണ്ടത്, എംബാപ്പെ 2 ഗോൾ സ്കോർ ചെയ്ത് മറ്റേ ലാലിഗയിൽ ടോപ്പ് സ്കോറർ ഇപ്പോഴും സ്റ്റിൽ എംബാപ്പെ തന്നെയാണ്. എല്ലാവരും റയൽ മാഡ്രിഡിൻ്റെ ഓൾമോസ്റ്റ് എല്ലാവരും അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് പുൾ ഓഫ് ചെയ്തൊരു മാച്ചാണ്. എനിക്ക് ഈ ഒരു അർബലാവോടെ ഈ ഒരു ടച്ച് ബോൾ അതെനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കരമായിട്ട് പ്രസ്സിങ് ഒബ്സസിങ്. നമ്മൾ സാബിയുടെയും തുടക്കത്തിൽ അങ്ങനെയൊക്കെ തന്നെ കണ്ടത്. പക്ഷേ എന്നാലും ഒരു എന്തൊക്കെയോ ഒരു ഡിഫറൻസ് പോലെ. വിനിക്കൊക്കെ എന്തോ ഒരു എനർജി പോലെ, എംബാപ്പയ്ക്കും എന്തോ ഒരു എനർജി പോലെ. പിന്നെ അതുപോലെ മസ്തൻതുവാന ഒരു ഡിഫറൻറ്റ് പ്ലേ ആണ് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഷോട്ട് എടുക്കുന്നു, വിനിയും പതിവിൽ കൂടുതൽ ഷോട്ട് എടുക്കുന്നു. അങ്ങനെ എന്തൊക്കെയോ ഒരു ഡിഫൻസിന് അവിടെ റൗൾ അസെൻസിയോ ആയിക്കോട്ടെ, ഹ്യൂസൺ ആയിക്കോട്ടെ. ഹ്യൂസൺ കുറച്ച് കുറവാണ്, റൗൾ അസെൻസിയോക്ക് കുറച്ച് കോൺഫിഡൻസ് കിട്ടുന്നു. ഒന്നാമത് ഫാബ്രിക്ക പ്രൊഡക്റ്റാണ് റൗൾ അസെൻസിയോ. സോ അതിൻ്റെ ഒരു എന്താ പറയുക അസെൻസിയോനെ അറിയായിരിക്കും അർബലാവുക, അതായിരിക്കും മേ ബി. എന്നാലും എല്ലാവരും അടിപൊളിയായിട്ട് കളിച്ചു. 2-0 എന്നുള്ള സ്കോറിന് മാച്ച് വിജയിച്ചു. എംബാപ്പെ ആദ്യം എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് വിനിയുടെ ഒരു കിടിലൻ വിങ്ങിലൂടെയുള്ളൊരു ഡ്രിബ്ലിംഗ് നേരെ എംബാപ്പയ്ക്ക് കൊടുക്കുന്നു. പക്ഷേ ഡിഫൻസിൻ്റെ ദേഹത്ത് തട്ടി എംബാപ്പയ്ക്ക് തന്നെ കിട്ടുന്നു. പക്ഷേ എംബാപ്പെ അത് ഷോട്ട് അടിക്കുന്നു, ഗോളാവുന്നു. ഓക്കെ, 1-0 എന്നുള്ള സ്കോറിന് മുന്നിലെത്തുന്നു. സെക്കൻഡ് ഹാഫിലാണ് ഈ ഒരു വിനിൻ്റെ ഈ ഒരു എംബാപ്പെ ഗോൾ സ്കോർ ചെയ്തത്. പിന്നെ അവസാനം 90+3 മിനിറ്റ് ആയ സമയത്ത് എംബാപ്പെ തന്നെ ഒരു ബോൾ കൊണ്ടുപോകുന്ന സമയത്ത് എംബാപ്പേനെ ഫൗൾ വെച്ചു. ആ ഒരു പെനാൽറ്റി എംബാപ്പെ തന്നെ എടുക്കുന്ന ഒരു പനേക്ക ഷോട്ടിലൂടെയാണ് എംബാപ്പെ എടുത്തത്. ബ്രൈം ഡൈസ് അവിടെ ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നു. ആ ചങ്ങായിൻ്റെ മുഖം എനിക്കറിയില്ല, ബ്രൈം ഡേസിന് മുമ്പ് അങ്ങനെ ഒരു പനേക്ക ഷോട്ട് അടിക്കേണ്ടായിരുന്നു എന്ന് എനിക്ക് പേഴ്സണലി തോന്നി. ഓക്കെ, ഇത് വെറുതെ ഒരു തോന്നൽ മാത്രമാണ്. അത് കംപ്ലീറ്റ് എംബാപ്പയുടെ ഡിസിഷനാണ്. അത് കൂടെ ഗോളായി, അതൊക്കെ വേറെതാണ്. ആ ചങ്ങായി ഓൾറെഡി അവിടെ ബ്രൈം ഡൈസ് ഒരു ട്രോമയിൽ നിൽക്കുക, ഒരു പനേക്കൻ്റെ ട്രോമയിൽ. ഓക്കെ, എന്തൊക്കെ പറഞ്ഞാലും പുള്ളി ചെമ്പ ഒരു മാസമാൻ ചെയ്തതാണ്. പക്ഷേ മുഞ്ചിപ്പോയി, അതൊക്കെ ശരിയാണ്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും പുള്ളിയുടെ മനസ്സിലതൊരു ട്രോമയായിരിക്കും. ആ ഒരു പെനാൽറ്റി ഇനി ലൈഫ് ലോങ്, ഓക്കെ, ലൈഫ് ലോങ് അതൊരു ട്രോമയായിരിക്കും. ആ ഒരു സമയത്ത് പുള്ളി അത് കഴിഞ്ഞ് നേരെ റയൽ മാഡ്രിഡ് വരുമ്പോൾ എംബാപ്പെ ഈ ഒരു പെനാക്ക ഷോട്ട് അടിക്കുന്നു. ആ ഒരു ബ്രൈം ഡൈസിൻ്റെ ഫ്രെയിം ഇങ്ങനെ ഇവിടെ കാണിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ അതോടെ കഴിഞ്ഞു. റയൽ മാഡ്രിഡ് അവിടെ വിജയിച്ചു. 2-0 എന്നുള്ള സ്കോറിന് മാച്ച് വിജയിച്ചു. ഈ ഒരു എംബാപ്പെ ഗോൾ അടിക്കുന്നതിന് മുമ്പ് VRL ഒരു കിട്ടുന്ന ചാൻസ് കിട്ടിയിരുന്നു കേട്ടോ. അവന്മാരുടെ ഒരു സെറ്റ് പീസിൽ. പക്ഷേ ആ അടിച്ച ആൾ പുറത്തോട്ട് അടിച്ചു കഴിഞ്ഞത് അവരുടെ നമ്പർ 10. അതുകൊണ്ട് കുഴപ്പമില്ല. VRL പരാജയപ്പെടുത്തുക അവരുടെ ഹോം സ്റ്റേഡിയത്തിൽ നിന്ന് അതും ചെറിയ കാര്യമല്ല. VRL ഈ ഒരു സീസണിൽ അത്ര ചെറിയ മീനല്ല. ഓക്കെ, അവർ 3-ാം സ്ഥാനത്തുണ്ട്. അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ മുകളിലുള്ള 3-ാം സ്ഥാനത്തുണ്ട് അവർ. അപ്പോൾ അവരുടെ ഹോം സ്റ്റേഡിയത്തിൽ പോയി പരാജയപ്പെടുത്താൻ തോന്നുന്നു റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു കാര്യം തന്നെയാണ്. അർബലാവിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ടേബിൾ ടോപ്പിങ്ങിലുള്ള ടേബിളിൻ്റെ ആ ഒരു റേസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻറ്റ്സ് തന്നെയാണ്. എന്തായാലും ഇപ്പോഴും ടേബിൾ ടോപ്പിലുള്ളത് ബാഴ്സയാണ്. അതിൻ്റെ തൊട്ട് താഴെ റയൽ മാഡ്രിഡ്. പക്ഷേ 1 പോയിൻറ്റ് വ്യത്യാസമുള്ളൂ. എപ്പോൾ വേണേലും മാറിയാം. ഓക്കെ, ദിസ് ഈസ് ഓൾ അബൌട്ട് ദ റയൽ മാഡ്രിഡ് വേഴ്സസ് VRL മാച്ച്. ദെൻ വി ജസ്റ്റ് ഗോ ടു ദി ബാഴ്സലോണ വേഴ്സസ് റയൽ ഒവിയോയുടെ മാച്ച്. കാമ്പ് നൗവിലാണ് മാച്ച് ഉള്ളത്. സോ ബാഴ്സലോണ ആസ് യൂഷ്വൽ ലെഫ്റ്റ് ബാക്ക് ലാവോ കൺസോൾ തന്നെ ഇറക്കി. അതാണ് ഇപ്പോൾ ഒരു ഡിഫറൻസ് ഉണ്ടായിരുന്നത്. വേറെ കാര്യമായിട്ട് വലിയ ഡിഫറൻസ് ഒന്നും ഇല്ലായിരുന്നു. ലമീൻ യമാൽ, പിന്നെ അതുപോലെ ഓൽമോ, ലെഫ്റ്റിൽ റാഫീന, സ്ട്രൈക്കറായിട്ട് ലെവൻഡോസ്കി ഒരു പുവർ പെർഫോമൻസ് ആയിരുന്നു പുൾ ഓഫ് ചെയ്തത്. ഫസ്റ്റ് ഹാഫിൽ റയൽ ഒവിയോടെക്കെതിരെ ഒരു ഗോൾ പോലും സ്കോർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഫസ്റ്റ് ഹാഫിൽ ഒരു സീൻ ഉണ്ടായിരുന്നു മോനെ, വൺ ഓഫ് ദ മോസ്റ്റ് ഡിസ്കസ്റ്റിംഗ്. അതായത് റയൽ ഒവിയോയുടെ ഒരു ഡിഫൻഡർ ഒരു ബോൾ അവരുടെ ഗോൾ കീപ്പറിന് കൊടുത്തു. ഓക്കെ, റാഫീനെ തൊട്ട് ബാക്കിലുണ്ട്. ആ ഒരു ഡിഫൻഡർ ആ ഒരു ഗോൾ കീപ്പർ ആ ഒരു ബോൾ ബോക്സിനകത്ത് എത്തിയപ്പോൾ എന്ത് ചെയ്തു, ബോൾ കവർ ചെയ്ത് പിടിച്ചു. ഓക്കെ, ലൈൻ റെഫറി ഈ സൈഡ് ബാക്കില്ല, പുള്ളിക്ക് കാണാൻ പറ്റില്ല, റെഫറിക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. മറ്റേ ലൈൻ റെഫറി അവിടെയാണ്, അത്യാവശ്യം ഡിസിഷനും ഉണ്ട്. ഓക്കെ, റെഫറി എന്ത് ചെയ്തു, ആ ബോൾ കറക്റ്റ് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും അത് ബോക്സിൻ്റെ ഉള്ളിൽ നിന്നാണ് പിടിച്ചത്. ഓക്കെ, റീപ്ലേ കണ്ടാൽ കറക്റ്റ് മനസ്സിലാവും. റെഫറി അത് ഫൗൾ വിളിച്ചു, പുറത്തുനിന്നാണെന്ന് വിചാരിച്ച് ഫൗൾ വിളിച്ച്
മറ്റേ ഗോൾ കീപ്പറിന് യെല്ലോ കാർഡ് കൊടുത്തു. ആരോൺ എന്ന് പറഞ്ഞുള്ള റയൽ ഒവിയോയുടെ ഗോൾ കീപ്പറിന് യെല്ലോ കാർഡും കൊടുത്തു. എടാ ഇത് പെരയുടെ കാലമാണോ അതോ മറഡോണയുടെ കാലം? അത്രയും ഭൂതകാലം, അത്രയും ടെക്നോളജി വളരാത്ത കാലം എന്നല്ല, ഇത്രയും ടെക്നോളജി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വാറുള്ള ചെവിയിലും മറ്റേ ഇന്നിയറും എല്ലാ തേങ്ങയും ഭംഗിയുള്ള അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ, അങ്ങനത്തെ ഒരു ജനറേഷനിൽ ആ ചങ്ങായി വേറെ ഒന്നും നോക്കിയില്ല. റഫറി നേരെ എടുത്ത് യെല്ലോ കാർഡ് അങ്ങോട്ട് കാണിച്ചു കൊടുത്തു. എടേ പിന്നെ എന്തിനാണ് ആ ടി വിൻ്റെ മോണിറ്ററിൻ്റെ മുന്നിൽ കുറച്ച് 3 ആൾക്കാർ അവിടെ ഇരിക്കുന്നത്? എന്തിനാ? തെറ്റ് പറ്റിയെങ്കിൽ പറ്റിയെന്ന് പറയാം. അത് എന്തിനവിടെ റീപ്ലേ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോൾ ആ വാറിലുള്ളവന്മാർക്കൊന്ന് പറഞ്ഞു കൊടുത്തൂടെ? ഇന്നിയർ എന്ന് പറഞ്ഞ സാധനമൊക്കെ അല്ലേ ചെവിയിൽ. മനുഷ്യനാണ് തെറ്റുപറ്റും, പക്ഷെ അത് തെറ്റാണെന്ന് അറിഞ്ഞത് തിരുത്തണിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അങ്ങനത്തെ കുറേ ഡിസിഷൻസ് നമ്മൾ പണ്ട് കണ്ടിട്ടുണ്ട്. ഒരു ഗോൾ കീപ്പറിൻ്റെ ഇവിടെ തട്ടിയിട്ട് ഒരു ബോൾ റഫറി ഹാൻഡ് ബോൾ വിളിച്ചു, റെഡ് കാർഡും കൊടുത്തു ഓക്കെ ഗോൾ കീപ്പറിന്. പക്ഷേ റഫറി വാർ ചെക്ക് ചെയ്ത സമയത്ത് അത് ഹാൻഡ് ബോൾ അല്ല, ഇവിടെയാണ് കൊണ്ടുവന്ന് മനസ്സിലായി. റഫറി ആ ഒരു റെഡ് കാർഡ് ഇല്ലയെന്ന് വെച്ചു. അതൊക്കെ മനുഷ്യനാണ് തെറ്റ് പറ്റും. പക്ഷേ ഇത് തെറ്റ് പറ്റിയിട്ട് അതിൻ്റെ റീപ്ലേ ഒക്കെ മൊത്തം സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. വാറ് കാണുന്നുണ്ട്, കാണുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. അവിടുത്തെ സ്റ്റാഫ് മെമ്പേഴ്സ് എല്ലാവരും വാറിൻ്റെ കാണുന്നുണ്ടാവും, ഒഫീഷ്യൽ റഫറീസ് എല്ലാവരും. അവർ കണ്ടിട്ടും നോക്കിക്കുക അതല്ലോ കാർഡ് കൊടുത്തോട്ടെ, ബാഴ്സലോണക്കല്ലേ കൊടുത്തോട്ടെ, ബാഴ്സലോണയുടെ എതിരെയല്ലേ കൊടുത്തോട്ടെ. ഈ ഒരു സത്യം പറയല്ലോ, ഈ സീസണിൽ ലാലിഗയിലെ ഏറ്റവും കൂടുതൽ റഫറിയുടെ ഫേവർ ഡിസിഷൻ കിട്ടിയിട്ടുള്ളത് ബാഴ്സലോണക്കാണ്. ഇനി ബാഴ്സലോണയുടെ ഓഡിയൻസ് എന്ത് വിചാരിച്ചാലും എനിക്ക് കുഴപ്പമില്ല. അല്ലാതെ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. എന്തായാലും റഫറി അത് മഞ്ഞക്കാർഡ് തന്നെ യെല്ലോ കാർഡ് തന്നെ കൊടുത്തിട്ടുണ്ട്. ആ ഗോൾ കീപ്പർ ഇപ്പോൾ വാച്ചങ്ങായി ഹാഫ് ടൈമിൻ്റെ സമയത്തൊക്കെ പുള്ളിനോട് റഫറിനോട് പോയി പറഞ്ഞു ഇല്ല അങ്ങനെയാണ്, അത് മഞ്ഞയാണ്, നീ പുറത്ത് തന്നെ പിടിച്ച് ആ ഒരു മൈൻഡ് സെറ്റിലാണ് ആ ചങ്ങായി നിൽക്കുന്നത്. നമ്മൾ കാണുന്നവരൊക്കെ പിന്നെ പൊട്ടന്മാരാണല്ലോ. ഓക്കെ ഫൈൻ. അങ്ങനെ ഫസ്റ്റ് ഹാഫ് അങ്ങനെ കഴിഞ്ഞു. സെക്കൻഡ് ഹാഫിലാണ് പിന്നെ ഇൻസൈഡ് ഒരു 60-65 മിനിറ്റിൻ്റെ ഉള്ളിൽ 3 ഗോൾ സ്കോർ ചെയ്തു. രണ്ടാമത് റഫീഞ്ഞ മറ്റേ ചിപ്പ് ചെയ്ത് വളരെ ഈസിയായി കൂളായി ഗോൾ സ്കോർ ചെയ്ത റഫീഞ്ഞ അത് ഗോൾ സ്കോർ ചെയ്തു. മൂന്നാമത്തെ പിന്നെ ലമീൻ യമാലിൻ്റെ ഒരു ബൈസിക്കിൾ കിക്ക് ഗോൾ, അതൊരു വണ്ടർ ഗോൾ, ഒരു കിടിലൻ ഗോൾ തന്നെയായിരുന്നു അത്. പൊളി, ഒന്നും പറയാനില്ല. പിന്നെ അങ്ങനെ 3 ഗോൾ സ്കോർ ചെയ്തു. പിന്നെ അങ്ങനെ അടിപൊളിയായിട്ട് ബാഴ്സലോണയുടെ കഴിഞ്ഞു. വേറെ കാര്യമായിട്ട് അങ്ങനെ റയൽ ഒവിയോടെതിരെയില്ല. 3 പോയിൻറ്റ്സ് എടുത്തു. ടേബിൾ ടോപ്പിൽ ബാഴ്സലോണയാണ്. അതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും എനിക്ക് ഈ ഒരു റഫറിങ്ങിൻ്റെ ഈ ഒരു ഡിസിഷൻ മാത്രമാണ് ഒരു ഡിസ്കസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. ഒരു ഇറിറ്റേറ്റഡ് ആയിപ്പോൾ. എനിക്കിപ്പോഴും അത് ആലോചിക്കുമ്പോൾ എന്തിനാ റഫറി അത് കൊടുത്ത് മഞ്ഞക്കാട് എന്നുള്ളത് എനിക്ക് ചിന്തിക്കേണ്ടി വരേണ്ട അവസ്ഥയാണ്. എന്തായാലും കൊടുത്തു. ഇനിയിപ്പോൾ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. അത് ഇവിടെ കഴിഞ്ഞ് ആ ചങ്ങായിക്ക് വെറുതെ യെല്ലോ കാർഡ് കിട്ടിയെന്നല്ലാതെ നമുക്ക് കാണുമ്പോൾ എന്തോ പോരടി. അതുകൊണ്ടാണ്. അല്ലാതെ നമുക്കിപ്പോൾ പ്രത്യേകിച്ചൊന്നും റഫറിമാരോട് ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആ റഫറിനോട് ഒരു പ്രശ്നമില്ല. പക്ഷെ കാണുമ്പോൾ നമുക്കെന്തൊരു ഇതുപോലെ. എന്തായാലും അത് കഴിഞ്ഞു. അടിപൊളിയായിട്ട് ഫുട്ബോൾ അടിപൊളിയായിട്ട് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ബാഴ്സ ജയിക്കുന്നു, റയൽ ജയിക്കുന്നു, യുണൈറ്റഡ് ജയിക്കുന്നു. ഒരു പ്രത്യേകിച്ച് ഒരു ബെൽറ്റ് ഉണ്ടല്ലോ, റയൽ, യുണൈറ്റഡ്, അൽ നസർ. അവരിപ്പോൾ ഒരു ഹാപ്പി ആയിരിക്കും. അവിടെ റൊണാൾഡോ അൽ നസർ 1-0 എന്നുള്ള സ്കോറിന് വിജയിക്കുന്നു. പക്ഷേ റൊണാൾഡോയുടെ പല ചേഷ്ടകളും ആറ്റിറ്റ്യൂഡുകളും മറ്റേ ഡിഫൻഡേഴ്സിനെ പ്രൊവോക്ക് ചെയ്തതിനുള്ള ആ ഒരു കാര്യമൊക്കെ ഭയങ്കരമായിട്ട് ഡിസ്കഷൻ വരുന്നുണ്ട്. ഞാൻ ആ മാച്ച് കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് പറയാത്തത്. ഞാൻ റീൽസൊക്കെ കണ്ടു എന്നല്ലാതെ കറക്റ്റ് ആ ഒരു ഫുൾ മാച്ച് കണ്ടിട്ടില്ല. സോ അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാത്തത്. അതിൻ്റെ കുറേ ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്, എന്തൊക്കെയാവും എന്നറിയില്ല. സോ നമുക്ക് നോക്കാം. എന്നാലും ഇനി അടുത്ത മാച്ചസ് നോക്കാം. ഇനി UCL നൈറ്റ്സ് വരുന്നുണ്ട്. ബാഴ്സയ്ക്ക് എനിക്ക് തോന്നുന്നു കോപ്പൻഹഗനെതിരെയും റയൽ മാഡ്രിഡിന് എനിക്ക് തോന്നുന്നു ബെൻഫിക്കയ്ക്കെതിരെയുമാണ്. അറ്റ് എ ടൈമാണ്. ഏതെങ്കിലുമൊക്കെ ഒന്ന് കാണാം. രണ്ടും കാണും. കൺഫേം ആ. സോണി ലീവ് ആയതുകൊണ്ട് നമുക്ക് റീപ്ലൈ കിട്ടും. ഓക്കെ, സോ thank you so much.